പിന്നെ എല്ലാവർക്കും നമസ്കാരം. ആം ആദ്മി പാർട്ടി തൃശ്ശൂർ ജില്ലയിൽ 12 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ മണലൂർ മണ്ഡലത്തിലെ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് ഞാൻ. എൻ്റെ പേര് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ചിറയത്ത്. ആം ആദ്മി പാർട്ടി നിയമസഭയിലേക്ക് ആദ്യമായാണ് മത്സരിക്കുന്നത്. പാർട്ടി രൂപീകൃതമായിട്ട് 10-12 വർഷങ്ങൾക്ക് മേലെയായെങ്കിലും കേരളത്തിൽ ആം ആദ്മി പാർട്ടി ആദ്യമായിട്ട് നിയമസഭയിലേക്ക് മത്സരിക്കുകയാണ്. 12 വർഷങ്ങൾക്ക് മുൻപ് ആം ആദ്മി പാർട്ടി പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് മത്സരിക്കുകയുണ്ടായി. അന്ന് തൃശ്ശൂരിൽ ശ്രീമതി സാറാ ജോസഫാണ് മത്സരിച്ചിരുന്നത്. അതിനുശേഷം പാർലമെൻറ്റിലേക്കോ നിയമസഭയിലേക്കോ നമ്മൾ മത്സരിക്കുകയുണ്ടായിട്ടില്ല. ഇപ്പോൾ നമ്മൾ ആം ആദ്മി പാർട്ടി നിയമസഭയിലേക്ക് ശക്തമായുള്ള സാന്നിധ്യം അറിയിക്കുകയാണ്. മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടി നടത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ചും വികസന മുരടിപ്പിൻ്റെ ഒരു 10 വർഷങ്ങളാണ് ഇപ്പോൾ കടന്നു പോയിട്ടുള്ളത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു സംഭവം, വാടാനപ്പള്ളി തൃശ്ശൂർ സംസ്ഥാന പാത 10-17 വർഷങ്ങൾ കഴിഞ്ഞു അതിൻ്റെ സർവേ വരെ പൂർത്തിയാക്കിയിട്ട്. 17 മീറ്ററായിട്ട് വികസിപ്പിക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയിട്ട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിൻ്റെ ഒരു പ്രവർത്തനങ്ങളിലേക്ക് എന്തെങ്കിലും ഒരു ചെറുവിരൽ അനക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഇടയ്ക്കൊക്കെ നമ്മൾ എല്ലാ വർഷത്തെ ബജറ്റിലും കോടികൾ ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. ഇപ്പോൾ അവസാനം പാസ്സാക്കിയുള്ള ബജറ്റിൽ പോലും 260 കോടി രൂപ ഈ പാതയുടെ വികസനത്തിന് വകയിരുത്തിയിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. പക്ഷേ ഈ വകയിരുത്തൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇതിനു മുൻപും പലവട്ടം വകയിരുത്തലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ റോഡിൻ്റെ വികസനം മാത്രം നടക്കുന്നില്ല. വികസനം സാധ്യമാകണമെങ്കിൽ ഈ 17 മീറ്റർ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്ഥലം ഏറ്റെടുക്കണം. മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് നമുക്കൊക്കെ അറിയാം. അപ്പോൾ അത് സാധ്യമാക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ പാതയുടെ വികസനം സാധ്യമായില്ലെങ്കിൽ വാഹനങ്ങളുടെ എണ്ണം നിരന്തരമായിട്ട് പെരുകിക്കൊണ്ടിരിക്കുന്നു. കണ്ടെയ്നർ ലോറികളടക്കം ഇപ്പോൾ കടന്നു പോകുന്ന ഒരു റോഡായിട്ട് മാറിയിട്ടുണ്ട്. വാടാനപ്പള്ളി ദേശീയപാത, അതുപോലെ തന്നെ തൃശ്ശൂർ ടൗൺ, ഈ 2 സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നതിനുള്ള വളരെ സുപ്രധാനമായുള്ള ഒരു റോഡാണ് തൃശ്ശൂർ വാടാനപ്പള്ളി റോഡ്. അപ്പോൾ ഇവിടെ വാഹനങ്ങളുടെ ആധിക്യം, അതുപോലെ തന്നെ ഗതാഗത കുരുക്ക്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന റോഡ് അപകടങ്ങൾ, ഇങ്ങനെ പലതുകൊണ്ടും ബുദ്ധിമുട്ടുന്നതായുള്ള ഒരവസ്ഥയാണ്. പ്രത്യേകിച്ചും കാഞ്ഞാണി മേഖലയിൽ നിത്യേന എന്നോണം ഗതാഗത കുരുക്ക് വളരെ ശക്തമായിട്ട്, അവിടെ കാഞ്ഞാണിയിൽ നിന്ന് പെരുമ്പുഴ അറ്റം വരെയും, അതുപോലെ തന്നെ നമ്മുടെ കാഞ്ഞാണിയിൽ നിന്ന് കാരമുക്ക് പള്ളി വരെയുള്ള ഇടങ്ങളിൽ വരെയാണ് ചിലപ്പോൾ വാഹനങ്ങളുടെ നീണ്ട നിര അനുഭവപ്പെടാറുള്ളത്. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ ഈ പാത അടിയന്തരമായിട്ട് വികസിപ്പിച്ചേ പറ്റൂ. അതാണ് നമ്മൾ ആം ആദ്മി പാർട്ടി പറയുന്നതായുള്ള ഒരു ഏറ്റവും സുപ്രധാനമായുള്ള ഒരു കാര്യം. ആം ആദ്മി പാർട്ടി വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പാതയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിനെ വികസിപ്പിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് ഏനാമാവ് ബണ്ട്. കോൾ മേഖലയിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് വർഷങ്ങൾക്ക് മുൻപ് പണി പൂർത്തിയാക്കിയുള്ള ആ ബണ്ട് ഇപ്പോൾ പ്രവർത്തനരഹിതമായിട്ട് കിടക്കുകയാണ്. അതിൻ്റെ ഷട്ടറുകൾ ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതിന് ബദലായിട്ട് അവിടെ ഓരോ വർഷവും ഏകദേശം 35 ലക്ഷം രൂപയിലധികം ചിലവാക്കിക്കൊണ്ട് മൺതിട്ട് അല്ലെങ്കിൽ മണ്ണുകൊണ്ടുള്ള തിണ്ട് കെട്ടിയിട്ടാണ് ഇപ്പോൾ ഉപ്പുവെള്ളത്തെ തടയുന്നത്. അപ്പോൾ അതിനൊരു പരിഹാരം വേണ്ടേ? ഓരോ വർഷവും ഇങ്ങനെ 30-35 ലക്ഷം വെറുതെ വെള്ളത്തിൽ ഒഴുകിക്കളയുന്ന ഒരു സംവിധാനത്തിനൊരു മാറ്റം വരണ്ടേ? മാത്രമല്ല, ഇനി ഏതെങ്കിലും കാലഘട്ടത്തിൽ വളരെ ശക്തമായുള്ള മഴയുണ്ടാവുകയാണെങ്കിൽ ഇടയ്ക്ക് വെച്ച് തന്നെ ഈ ബണ്ട് പൊട്ടിക്കേണ്ട അവസ്ഥയും വരുന്നുണ്ട്. അപ്പോൾ ഒരു കൊല്ലത്തിൽ തന്നെ 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ ബണ്ട് കെട്ടേണ്ടയുള്ള സാഹചര്യം വരും. അപ്പോൾ ഈ 35 എന്നുള്ളത് അതിൻ്റെ ഇരട്ടിയാവും, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് മാറും. അപ്പോൾ ഇത്തരം ചെലവുകൾ ഒഴിവാക്കണമെങ്കിൽ, നമ്മുടെ നികുതി പണം ഈ തരത്തിൽ ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള ചെലവുകൾക്കായിട്ട് ഒഴുക്കി കളയേണ്ടതായുള്ള ഒരു സാഹചര്യം ഒഴിവാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരു പരിഹാരം ഉണ്ടാകണം. അവിടെ ആ ബണ്ട്
റിപ്പയർ ചെയ്ത് അത് ഒരു സ്ഥിരം സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ദുർച്ചെലവുകളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇതുപോലെ ഒരു ബണ്ടിൻ്റെ സംവിധാനം അവിടെയും ഇതുപോലെ തന്നെ ഈ ബണ്ട് കെട്ടിയൊക്കെ ശരിയാക്കി എടുക്കേണ്ടതായുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ അവിടെയും ഇത്തരമൊരു പണി ചെയ്യേണ്ടിയിരിക്കുന്നു, സ്ഥിരം സംവിധാനം ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെ മറ്റൊരു സുപ്രധാനമായുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പെരിങ്ങാട് പുഴ, അതായത് മുല്ലശ്ശേരി പാവർട്ടി പഞ്ചായത്തുകളുടെ പടിഞ്ഞാറൻ മേഖല തീരദേശ മേഖലയാണ് പുഴയോര മേഖല. ആ പുഴയോര മേഖലയിൽ അതിൻ്റെ സമീപ പ്രദേശങ്ങളിലൊക്കെ തീരമേഖലയിലൊക്കെ കണ്ടൽ കാടുകൾ വെച്ച് പിടിപ്പിച്ച് അവിടെ എന്താ പറയുക, അതിപ്രാചീന കാലം മുതൽ അല്ലെങ്കിൽ അവിടെ നിരന്തരമായിട്ട് കാടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പുതിയതായിട്ട് കാടുകൾ വെച്ച് പിടിപ്പിച്ച് അത് വളർന്ന് വലുതായി ഏകദേശം ഒരു 2.5 ഏക്കറോളം അവിടെ കാടുകളുടെ ഒരു സാന്നിധ്യമുണ്ട്. ഈ കണ്ടൽക്കാട് പ്രദേശം അടങ്ങുന്ന പുഴയും പുഴയുടെ സമീപ പ്രദേശങ്ങളും എല്ലാം അടങ്ങിയ ഒരു 234 ഏക്കറോളം സ്ഥലം അത് ഒരു ഫോറസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അതിപ്പോൾ ഒരു 4-5 വർഷങ്ങളായിട്ടുള്ളൂ ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ട്. അതിൻ്റെ ഒരു കരട് വിജ്ഞാപനമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ കരട് വിജ്ഞാപനം വരുന്നതിലൂടെ അവിടെ പാരമ്പര്യമായിട്ട് മത്സ്യബന്ധനം നടത്തി ഉപജീവനം കഴിച്ചു വന്നിരുന്ന തൊഴിലാളികളുണ്ട്. അതുപോലെ തന്നെ പുഴയിൽ നിന്ന് ചേറെടുത്തിട്ടൊക്കെ ജീവിച്ചിരുന്ന ആളുകളുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, അവിടെ ഈ മണൽ ഇപ്പം ഈ പുഴ ഒരു കാടായിട്ട് പ്രഖ്യാപിച്ചതോടുകൂടി ആ പുഴയിൽ പല ഭാഗത്തു നിന്നും മണ്ണ് വന്ന് നിറഞ്ഞ് അവിടെ വെള്ളം ഒഴുകിപ്പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ഈ കരട് വിജ്ഞാപനത്തിലൂടെയാണ്. അത് മാത്രമല്ല, അവിടുത്തെ സമീപത്തെ ജനങ്ങൾ അവർക്ക് ഈ തരത്തിലുള്ള ഇത് വന്നോട് കൂടിയിട്ട് കരട് വിജ്ഞാപനം വന്നതോടുകൂടി അതിൻ്റെ ഫോറസ്റ്റിൻ്റെ ബഫർ സോൺ മേഖല 1 കിലോമീറ്റർ അപ്പുറത്ത് വരെ വേറെ ഒരു നിർമ്മാണ പ്രവർത്തനവും പാടില്ല എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ബഫർ സോൺ വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത് എന്തെങ്കിലും വീടൊക്കെ വെച്ച് പരിസരവാസികളായിട്ടുള്ള ആളുകൾ അവർക്ക് വീടൊന്ന് പുതുക്കി പണിയണം, അല്ലെങ്കിൽ വീടിന് എന്തെങ്കിലും എക്സ്റ്റൻഷൻ എടുക്കണം, അതിന് പെർമിറ്റ് കിട്ടാൻ പോലും സാധ്യമല്ലാത്ത ഒരു സാഹചര്യം വന്നിരിക്കുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് അവിടുത്തെ സമീപവാസികളായുള്ള ആളുകളാണ്. അപ്പം ഇങ്ങനെ ഇതിനെതിരെ നിരന്തരമായിട്ട് ജനങ്ങൾ പ്രക്ഷോഭം നടത്തുകയും ഒരു സമിതിയൊക്കെ രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായിട്ട്, പ്രത്യേകിച്ചും ആം ആദ്മി പാർട്ടിയുടെ ഒരു പ്രവർത്തകനാണ് ഷൈജു തിരുനെല്ലൂർ. ആളാണ് അവിടെ ഇതിനു വേണ്ടിയിട്ട് അതിൻ്റെ ചെയർമാനായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് എല്ലാ കക്ഷികളും ഉണ്ട് അതിൽ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളുണ്ട്. അപ്പോൾ അവരൊക്കെ കൂടി സമരം ചെയ്തിട്ടും അവസാന ഘട്ടത്തിൽ, സമരത്തിൻ്റെ ഒരു ആത്യന്തിക ഘട്ടത്തിൽ ഇത് നിയമസഭയിൽ വരെ ഈ വിഷയം ഉന്നയിക്കുകയുണ്ടായി. വകുപ്പ് മന്ത്രിയായുള്ള ഫോറസ്റ്റിൻ്റെ വകുപ്പ് മന്ത്രിയായുള്ള ശശീന്ദ്രൻ അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞു, ഈ കരട് വിജ്ഞാപനം ഉടനെ പിൻവലിപ്പിക്കാം എന്നുള്ളൊരു ഇത് അവിടെ വാഗ്ദാനം ചെയ്തതാണ്. പക്ഷേ എന്നിട്ടും പരിപാടി നടപ്പിലായില്ല. എന്താ കാരണം? ആളിപ്പോൾ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേന്ദ്രത്തിൻ്റെ അനുവാദം കൂടി കിട്ടിക്കഴിഞ്ഞാൽ അത് നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ, ഫോറസ്റ്റ് വിജ്ഞാപനം റദ്ദാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. അപ്പോൾ ഇത് ഫോറസ്റ്റായിട്ട് പ്രഖ്യാപിക്കാൻ ഒരു കേന്ദ്രത്തിൻ്റെ അനുവാദവും വേണ്ട, ഒന്നും വേണ്ട. ഇനി അത് പിൻവലിപ്പിക്കാൻ കേന്ദ്രത്തിൻ്റെ അനുവാദം വേണം എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത്. എന്തായാലും ജനങ്ങൾ ഇപ്പോഴും ഇതിൻ്റെ പേരിൽ ഒരുപാട് ദുരിതം അനുഭവിക്കുകയാണ്. ഇപ്പോഴും ആ കരട് വിജ്ഞാപനം റദ്ദാക്കാനായിട്ട് സർക്കാരിന് സാധിച്ചിട്ടില്ല. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ എങ്ങനെയാണെങ്കിൽ ഏതൊക്കെ അറ്റം വരെ അതിനു വേണ്ടി പോകേണ്ടി വരുമോ അതെല്ലാം ചെയ്തുകൊണ്ട് ആ കരട് വിജ്ഞാപനം പിൻവലിപ്പിച്ച് ജനങ്ങളുടെ ദുരിതത്തിൽ നിന്ന് ദുരിതത്തിന് മാറ്റം വരുത്തുവാനായിട്ട് ആം ആദ്മി പാർട്ടി തീർച്ചയായിട്ടും അതിനുവേണ്ടി ശ്രമിക്കുന്നതാണ്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ ചൂണ്ടൽ കേച്ചേരി ഭാഗങ്ങളിലെ റോഡുകളുടെ ശോചനീയ അവസ്ഥ. ഇപ്പോൾ കേച്ചേരി റോഡ് കുറേയൊക്കെ തൃശ്ശൂരിൽ നിന്നും പുഴയ്ക്കിൽ നിന്നും ആരംഭിച്ച് അവിടെയൊക്കെ കുറച്ചൊക്കെ റെഡിയാക്കി വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ പരിസര റോഡുകളിലൊക്കെ ഇപ്പോഴും ഗതാഗതക്കുരുക്ക് വളരെ ശക്തമാണ്. അതുപോലെ തന്നെ കേച്ചേരി സെൻട്രലാണ്, അതായത് 4 വശത്തേക്കും റോഡുകൾ തിരിയുന്നതിനുള്ളൊരു സെൻറ്ററാണത്. അവിടെ ഈ ഗതാഗതക്കുരുക്ക് എന്ന് പറയുന്നത് ഒരു തുടർക്കഥയായിട്ട് ഇപ്പോഴും അവശേഷിക്കുകയാണ്. അപ്പോൾ അതിനും ഒരു ശാശ്വതമായുള്ളൊരു പരിഹാരം ഉണ്ടാകണം. അപ്പോൾ അവിടെ നമ്മൾ കേച്ചേരിയിലൊക്കെ പര്യടനം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവിടെ നടന്നപ്പോൾ അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നതായുള്ള ഒരു പ്രധാന വിഷയമാണ് കേച്ചേരിയിലെ ഈ റോഡിൽ വരുന്നതായുള്ള ഗതാഗതക്കുരുക്ക് മാറ്റി ജനങ്ങൾക്ക് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ടാകണം എന്നുള്ളത്.
അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഈ പ്രത്യേകിച്ച് മണലൂർ പഞ്ചായത്തിൽ, വെങ്കിടങ്ങ് പഞ്ചായത്തിൽ, പാവറട്ടി പഞ്ചായത്തിൽ, അതിൻ്റെയൊക്കെ പുഴയോര മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളാണ്. അതുപോലെ തന്നെ വാടാനപ്പള്ളിയിലുമുണ്ട്. വാടാനപ്പള്ളി പഞ്ചായത്തിൻ്റെ കിഴക്കൻ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പടിഞ്ഞാറ് മേഖല അറബിക്കടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഈ മേഖലകളിലൊക്കെ കുടിവെള്ളക്ഷാമം ഇപ്പോഴും രൂക്ഷമായിട്ട് തുടരുകയാണ്. ഇപ്പോൾ വേനൽക്കാലമായി കഴിഞ്ഞാൽ പ്രത്യേകിച്ചും വല്ലപ്പോഴാണ് കുടിവെള്ളം, ആഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് കുടിവെള്ളം ലഭ്യമാകുന്നുള്ളൂ. അപ്പോൾ ഈ കുടിവെള്ളം നമുക്ക് പദ്ധതികൾ, കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതിയുടെ, ജപ്പാൻ കുടിവെള്ള പദ്ധതിയുണ്ട്, മറ്റേ പദ്ധതിയുണ്ട്, ഒരുപാട് പദ്ധതികളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴും ജനങ്ങളുടെ ഈ കുടിവെള്ളക്ഷാമം എന്നുള്ള ആ ഒരു ദുരിതത്തിന് പരിഹാരം ഉണ്ടാക്കാനായിട്ട് ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കരിവന്നൂർ പുഴയിൽ നിന്ന് ഇവിടെ ജലം കൊണ്ടുവന്നിട്ട് ഗുരുവായൂരിലേക്ക് വെള്ളം കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം ഒരുക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറേയായി. ഇപ്പോഴും അത് പൂർണ്ണമായിട്ടുള്ള ഇതിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് മണലൂർ പഞ്ചായത്തിലും വെങ്കിടങ്ങൽ പഞ്ചായത്തിലൊക്കെ ചെറിയ ചെറിയ കുടിവെള്ള പദ്ധതികൾ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. ആ പദ്ധതികളൊക്കെ ഇപ്പോൾ നിശ്ചലാവസ്ഥയിലാണ്. അതിന് പകരം തൃശ്ശൂർ ബീച്ചിൽ നിന്നും വെള്ളം കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് അത് ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ള പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ആ ചെറിയ ചെറിയ ടാങ്കുകളൊക്കെ കെട്ടിയിട്ട് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ആ സാധനങ്ങളൊക്കെ ഇല്ലാതായോട് കൂടിയിട്ട് ഇപ്പോൾ പ്രാദേശികമായിട്ടുള്ള അത്തരം വികസനങ്ങളൊക്കെ മുരടിച്ചു പോയി. അപ്പോൾ ബീച്ചിൽ നിന്നുള്ള വെള്ളത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നിൽക്കേണ്ടതായിട്ടുള്ള ഒരു ഗതികേടിലേക്കാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് ഇപ്പോൾ രൂക്ഷമായുള്ള ജലക്ഷാമം ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നതിനുള്ള ഒരു പ്രധാന കാര്യം. ആം ആദ്മി പാർട്ടി തൃശ്ശൂർ ജില്ലയിൽ 12 സീറ്റുകളിലാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. 12 മണ്ഡലങ്ങളിലാണ് മത്സരിക്കുന്നത്. 13 മണ്ഡലങ്ങളിൽ ഇപ്പോൾ നാട്ടിക ഒഴിച്ച് എല്ലാ മണ്ഡലങ്ങളിലും ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥികളുണ്ട്. കേരളത്തിൽ പകുതിയോളം മണ്ഡലങ്ങളിലാണിപ്പോൾ മത്സരരംഗത്തുള്ളത്. അപ്പോൾ പൂർണ്ണമായിട്ട് നമുക്കത് എല്ലാ മണ്ഡലങ്ങളിലേക്കും സ്ഥാനാർത്ഥികളെ നിർത്താൻ സാധിച്ചിട്ടില്ല. അത്രയും നമ്മൾ കുറച്ച് പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ പാർട്ടിയുടെ നയത്തിനോട് തികച്ചും സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ മാത്രമേ നമ്മൾ സ്ഥാനാർത്ഥികളായിട്ട് നിർത്തിയിട്ടുള്ളൂ. മറ്റ് പാർട്ടികളിൽ നിന്ന് പലരും സീറ്റ് കിട്ടാണ്ടും മറ്റൊക്കെ നമ്മൾ ആം ആദ്മി പാർട്ടിയിലേക്ക് വരാൻ സന്നദ്ധരായിട്ടുണ്ടെങ്കിലും അവർക്കൊന്നും നമ്മൾ സീറ്റ് നൽകി അവരെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. കാരണം അങ്ങനെ ആരെങ്കിലും കടന്നു വന്നു കഴിഞ്ഞാൽ ആം ആദ്മിയുടെ പ്രത്യേകമായുള്ള ചില നയങ്ങളുണ്ട്, ചട്ടക്കൂടുകളുണ്ട്. ആ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്നവർക്കേ ആം ആദ്മിയിൽ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ആം ആദ്മിയിലേക്ക് നേരെ കടന്നു വന്നു കഴിഞ്ഞാൽ മറ്റ് പാർട്ടികളെ പോലെ തന്നെ ഇപ്പോൾ പ്രത്യേകിച്ചും എടുത്തു പറയുകയാണെങ്കിൽ ഇതിൻ്റെ ധനസമാഹരണം, ഒരു സംഭാവന സ്വീകരിക്കുക എന്ന് പറയുന്നത് ബക്കറ്റ് പിരിവോ റെസീറ്റ് പിരിവോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ആം ആദ്മി പാർട്ടിക്കില്ല. ദേശീയ തലത്തിലുള്ളതായുള്ള ഒരൊറ്റ അക്കൗണ്ട് മാത്രമേ ആം ആദ്മി പാർട്ടിക്കുള്ളൂ. ആ അക്കൗണ്ടിലേക്ക് നമ്മൾ ഒരാൾ ഒരു 100 രൂപ സംഭാവന തരികയാണെങ്കിൽ ആ അക്കൗണ്ടിലേക്ക് പൈസ ഇടുക എന്നല്ലാതെ ഒരാൾക്ക് നമുക്ക് നേരിട്ടിട്ട് 100 രൂപ വാങ്ങിക്കാൻ സാധിക്കില്ല. അങ്ങനത്തെ ഒരു സംവിധാനം ഇതിനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സത്യസന്ധമായിട്ടും സുതാര്യമായിട്ടുള്ള ഫണ്ട് കളക്ഷനാണ് ഇതിനെ സംബന്ധിച്ചുള്ളത്. ഇപ്പോൾ നമ്മൾ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കാൻ നിൽക്കുമ്പോഴും ആ സ്ഥാനാർത്ഥിയുടെ പേരിൽ ജോയിൻ്റ് അക്കൗണ്ടായിട്ട് ഒരു അക്കൗണ്ട് ആരംഭിക്കുകയും ആ അക്കൗണ്ടിലേക്കാണ് നമ്മൾ പൈസ സ്വീകരിക്കുകയുള്ളൂ. ആ അക്കൗണ്ടിലേക്ക് വരുന്നതിനുള്ള പൈസ നമ്മൾ ഏതൊക്കെ ആവശ്യങ്ങൾക്ക് ചിലവഴിക്കുന്നുവോ അത് കഴിച്ച് ബാക്കിയുള്ളത്, അല്ലെങ്കിൽ അതിനെ ചിലവഴിച്ചിട്ടുള്ള ബാക്കിയുള്ള അതിൻ്റെ കണക്കാണ് നമ്മൾ ഇലക്ഷൻ കമ്മീഷന് കൊടുക്കുന്നതും. ആ കണക്ക് കൃത്യമായിട്ട് നമ്മൾ പാർട്ടിക്കും കൊടുക്കണം. അല്ലാതെ അനാവശ്യമായിട്ട് ഒരു പൈസ പോലും അതിൽ നിന്ന് ചിലവഴിക്കാൻ സാധിക്കില്ല. അതിപ്പോൾ ഫ്ലക്സ് ബോർഡ് അടിക്കാനായാലും അല്ലെങ്കിൽ പോസ്റ്റർ അടിക്കാനായാലും മറ്റ് ചിലവുകൾക്കായാലും ഇതിൽ നിന്ന് കൃത്യമായുള്ള കണക്കുകളിലൂടെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മറ്റ് പാർട്ടികളിൽ നിന്ന് കൂടുതൽ ആളുകൾ ഇതിലേക്ക് കടന്നു വരില്ല അല്ലെങ്കിൽ വരുന്നില്ല എന്ന് നമുക്ക് ഒരു പ്രധാന കാരണം അത് തന്നെയാണ്. അപ്പോൾ ഈ ഫണ്ടിൻ്റെ ഒരു സവിശേഷതയാണ് അതിന് മൊത്തത്തിൽ നമ്മുടെ പാർട്ടിയിലേക്ക് കടന്നു വരാനായിട്ട് ആളുകൾ വിമുഖത കാണിക്കുന്നതിലുള്ള ഒരു കാര്യം. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ സ്വന്തം പോക്കറ്റ് വീർപ്പിക്കലല്ല, മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാക്കി കൊടുക്കുക, എല്ലാ വിഭാഗത്തിലും പെട്ട ജനങ്ങൾക്ക് നന്മ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ആം ആദ്മി പാർട്ടിയുടെ ലക്ഷ്യം. അത് ആം ആദ്മി പാർട്ടി ഭരിക്കുന്നതായിട്ടുള്ള ഇപ്പോൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പഞ്ചാബിൽ, നേരത്തെ ഭരിച്ചുകൊണ്ടിരുന്ന 10 വർഷം ഭരിച്ചുള്ള ഡൽഹിയിലും അത് കൃത്യമായിട്ട് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ 200 യൂണിറ്റ് വരെ, ഡൽഹിയിൽ 200 യൂണിറ്റ് വരെ വൈദ്യുതി ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്.
അതുപോലെ തന്നെ ഇപ്പോൾ പഞ്ചാബിൽ 300 യൂണിറ്റ് വരെ വൈദ്യുതി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സാധാരണ കുടുംബത്തിന് 200 യൂണിറ്റോ 300 യൂണിറ്റോ വൈദ്യുതി ഫ്രീ ആയിട്ട് ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു ഭാരമാണ് അതിൽ നിന്ന് ഇല്ലാതായിത്തീരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, തൊഴിലാളികൾക്ക്, ഇവർക്കൊന്നും ബസ്സിൽ യാത്ര ചെയ്യാനായിട്ട് ഒരൊറ്റ പൈസ വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ യാത്ര ചെയ്യാൻ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ആരും തൊഴിലിടങ്ങളിലേക്ക് പോകാൻ സാധിക്കാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടാകരുത്. അതാണ് അതിൻ്റെ ലക്ഷ്യം. അല്ലാതെ വെറുതെ സൗജന്യം കൊടുക്കുക എന്നുള്ളതല്ല, ഒരു സ്ഥിര സംവിധാനം ഉണ്ടാക്കുകയാണ്. കേവലം ഒരു 6000 7000 ഒക്കെ അല്ലെങ്കിൽ 10000 ഒക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ശമ്പളം കിട്ടുന്നതായുള്ള ഒരു മാസത്തിൽ ശമ്പളം കിട്ടുന്നതായുള്ള ഒരു തൊഴിലാളിക്ക് ഇങ്ങനെ യാത്ര സൗജന്യമായിട്ട് കഴിഞ്ഞാൽ അത്രയും പൈസ അവർക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വൈദ്യുതിയുടെ കാര്യം, 20000 ലിറ്റർ കുടിവെള്ളം അവർ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ ചികിത്സാ സംവിധാനത്തിൽ ഇപ്പോൾ എന്താ പറയുക, ഏത് തരത്തിലുള്ള എത്ര ചിലവ് വരുന്നുള്ള ഓപ്പറേഷനോ മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും അതിനൊക്കെയുള്ള ചികിത്സയ്ക്കുള്ള എല്ലാ ചിലവുകളും അത് സർക്കാർ വഹിക്കുന്ന ഒരു സംവിധാനമാണ് ഡൽഹിയിലുണ്ടായിരുന്നത്. ഇപ്പോൾ പഞ്ചാബിലത് 25 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് ഏർപ്പെടുത്തിക്കൊണ്ട് അവർ ചികിത്സയ്ക്കുള്ള എല്ലാ ചിലവുകളും ഗവൺമെൻറ് വഹിക്കുക എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള സംവിധാനങ്ങൾ നമുക്ക് കേരളത്തിലും, അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസം അതുപോലെ തന്നെ മറ്റ് എന്താ പറയുക, പ്രാദേശികമല്ല, ഏറ്റവും LP തലം മുതലുള്ള ഹയർ സെക്കൻഡറി, അതുപോലെ തന്നെ അതിന് ശേഷമുള്ള ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയുള്ള വിദ്യാഭ്യാസത്തിൻ്റെ സമസ്ത മേഖലകളിലും ഉന്നത നിലവാരം പുലർത്തുന്നതിനുള്ള, അന്തർദേശീയ നിലവാരം പുലർത്തുന്നതിനുള്ള ഒരു സംവിധാനമാണ് അവിടെ ഡൽഹിയിലും പഞ്ചാബിലൊക്കെ ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ അഴിമതി രഹിതമായിട്ടുള്ള ജനങ്ങൾക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നതിനുള്ള, ജനക്ഷേമം ഉറപ്പാക്കുന്ന തരത്തിലുള്ള, അങ്ങനെ ചിന്തിക്കുന്നതിനുള്ള ഒരു സർക്കാർ ഉണ്ടാവണം. അതിന് ആം ആദ്മി പാർട്ടി വന്നാലേ അത് സാധ്യമാകൂ എന്നുള്ളതാണ് ഞങ്ങളുടെ കണ്ടെത്തൽ. ഇവിടെ ഇടത് വലത് മുന്നണികളും അതുപോലെ തന്നെ വർഗീയത മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദേശീയ മുന്നണിയും NDA അവരൊന്നും വന്നു കഴിഞ്ഞാലും ഈ തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകില്ല എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ റോഡുകൾ ഉണ്ടാകുക, അല്ലെങ്കിൽ പാലങ്ങൾ ഉണ്ടാവുക, തുരങ്കപാത ഉണ്ടാവുക എന്നതിനപ്പുറം ഗാന്ധിജിയൊക്കെ സ്വപ്നം കണ്ടതായിട്ടുള്ള ഏറ്റവും സാധാരണക്കാരായുള്ള ആളുകളിൽ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത്. അതാണ് യഥാർത്ഥത്തിൽ സ്വരാജ് എന്നുള്ള ആ ഒരു സങ്കല്പം. ആ സങ്കല്പത്തിലേക്കാണ് നമ്മൾ അല്ലാതെ സൗജന്യം കൊടുക്കുന്നതിനെ കുറിച്ച് പലരും ആക്ഷേപങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഇത് സൗജന്യമല്ല. വാസ്തവത്തിൽ ഇത് ജനങ്ങളുടെ നികുതി പണം ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ തെരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാര്, മന്ത്രിമാര്, മറ്റ് ജനപ്രതിനിധികൾ, അവർക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ ആനുകൂല്യങ്ങൾ അവരുടെ ചികിത്സാ ചെലവ്, അതുപോലെ യാത്രാ ചെലവ്, അവരുടെ താമസ ചെലവ്, ഇങ്ങനെ തുടങ്ങി എന്തൊക്കെ ചെലവുകൾ നമ്മുടെ ഗവൺമെന്റ് വഹിക്കുന്നുണ്ട്. പക്ഷേ അത് തെരഞ്ഞെടുക്കപ്പെട്ട ആ വ്യക്തിക്ക് മാത്രം ലഭിച്ചാൽ മതിയോ? ഇവരെ തെരഞ്ഞെടുത്താലുള്ള മറ്റാളുകൾക്കും ഇത് അനുഭവിക്കാനുള്ള യോഗ്യത എന്താണ് കുറവ്? അപ്പൊ അതും കൂടി ലഭ്യമാകുന്നു. അപ്പൊ സാധാരണ ജനങ്ങൾക്ക് കൂടി അവർ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് അവർക്കും കൂടി നല്ല നിലയിൽ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള ഒരു സൗകര്യം അവർക്കും ഉണ്ടാകണം കാര്യം. അതുകൊണ്ടാണ് ഈ സൗജന്യം എന്നുള്ള നിലയിൽ ചെയ്യുന്നത്. അത് സൗജന്യമല്ല, ജനങ്ങളുടെ അവകാശമാണ്. കോടിയൊക്കെയാണ് നമ്മുടെ കേരളത്തിന്റെ പൊതുകടമായിട്ട് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. അപ്പൊ ഈ പൊതുകടത്തിനെ കുറച്ച് കൊണ്ടുവരണം. അതിന് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് നമ്മുടെ ധൂർത്ത് അവസാനിപ്പിക്കുന്ന ആളാണ്. അതായത് ഗവൺമെന്റിന്റെ ചെലവ് കുറച്ചു കൊണ്ടുവരിക. പ്രധാനമായിട്ടും ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു PSC ഉണ്ട്. ഈ PSC മെമ്പർമാർ 20 പേരാണ് PSC മെമ്പർമാർ. ഈ 20 പേരിൽ ഓരോരുത്തർക്കും മാസം 4 ലക്ഷത്തിന്റെ മേലെയാണ് ശമ്പളം. 4 ലക്ഷം ശമ്പളം, അതുകൂടാതെ മറ്റ് ആനുകൂല്യങ്ങളും, ചികിത്സാ ചെലവ്, പിന്നെ താമസ ചെലവ്, പിന്നെ വാഹനത്തിന്റെ ചെലവ് തുടങ്ങി, അപ്പോൾ മറ്റ് ചെലവുകൾ വേറെ. അപ്പൊ ഇത്രയും ചെലവുകൾ ഒരു വ്യക്തിക്ക് വേണ്ടി ഇവിടെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ അടിസ്ഥാനപരമായുള്ള കാര്യം? ഇപ്പൊ നമുക്ക് ഇതിനേക്കാൾ 4 ഇരട്ടി വിസ്താരം, കേരളത്തിനേക്കാൾ 4 ഇരട്ടി വിസ്താരമുള്ള മധ്യപ്രദേശിലും UP-യിലൊക്കെ PSC മെമ്പർമാരുടെ സംഖ്യ കേവലം 5 ഈ 5 പേര് മതി അവിടെ PSC-യിലെ കാര്യങ്ങൾ നിശ്ചയിക്കാനായിട്ട്. ഇവിടെ 20 പേര് മാത്രമല്ല, ഈ 5 പേർക്ക് ഇത്രയൊന്നും ശമ്പളമില്ല. 1 ലക്ഷത്തിന്റെ 1.5 ലക്ഷമൊക്കെയാണ് അവിടുത്തെ ശമ്പളം.
അപ്പൊ ഇവിടെ അനാവശ്യമായുള്ള ഈ ധൂർത്ത് 4 ലക്ഷമൊക്കെ ഒരു PSC മെമ്പർക്ക് ശമ്പളം കൊടുക്കുക, എന്നിട്ട് ഈ PSC ചെയ്തുകൊണ്ടിരിക്കുന്നതോ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അത് 3 വർഷമാണ് അതിന്റെ കാലാവധി. 3 വർഷം കഴിഞ്ഞിട്ട് പോലും ഫസ്റ്റ് റാങ്കിൽ വന്ന ഒരു വ്യക്തിക്ക് പോലും അപ്പോയിന്റ്മെന്റ് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് കേരളത്തിന്റെ ഏറ്റവും ദയനീയകരമായുള്ള അവസ്ഥ. 3 വർഷം കഴിഞ്ഞ് അത് ലാപ്സായി പോവുക, എന്നിട്ട് അവര് എന്താ പറയാ, അത് ചില തൊഴിലില്ലായ്മ അതേപോലെ തന്നെ നിലനിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിനൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ ഈ 4 ലക്ഷം എന്ന് പറയുന്നത് നമുക്ക് 1 ലക്ഷം 1.5 ലക്ഷമൊക്കെ ആക്കി കുറഞ്ഞു കഴിഞ്ഞാലും ഒരു പ്രശ്നമില്ല. ഒരാൾക്ക് ജീവിക്കാൻ എത്ര പൈസ വേണോ, ഇനിയിപ്പോൾ PSC മെമ്പർ എന്നുള്ള നിലയ്ക്ക് അവർക്ക് ഈ മറ്റ് ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ട കാര്യം പോലും ഇല്ല. സാധാരണ ഒരു സർക്കാർ ജീവനക്കാരാണ് അവരൊക്കെ. അപ്പോൾ സാധാരണ സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങളെ അവർക്കും കൊടുക്കേണ്ടതുള്ളൂ. പക്ഷെ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൊടുത്ത് ഇപ്പോൾ ഗവൺമെന്റിന്റെ ചെലവുകൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ മന്ത്രിമാരുടെയും അതുപോലെ തന്നെ ഭരണകർത്താക്കളുടെയൊക്കെ പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ രാഷ്ട്രീയ പ്രതിനിധികളുടെ ആളുകളാണ് മന്ത്രിമാര്. അപ്പോൾ അവരുടെ തന്നെ രാഷ്ട്രീയത്തിൽ പെട്ടതായുള്ള ആളുകളെയാണ് പേഴ്സണൽ സ്റ്റാഫിലേക്ക് വെക്കുക. സ്വാഭാവികമായിട്ട് അങ്ങനെ വരുമ്പോൾ അവർക്ക്, അതായത് ഒരു 2 വർഷം ഒരു ദിവസം വർക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ 2.5 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആജീവനാന്ത പെൻഷനാണ്. അപ്പോൾ ആ 2.5 വർഷം ശമ്പളം മേടിച്ചിട്ട് ജോലി ചെയ്യുന്ന ഒരു പേഴ്സണൽ സ്റ്റാഫിൽ പെട്ടതായുള്ള ഒരു അംഗം, അത് കഴിഞ്ഞ് അവർ 2.5 വർഷം കഴിഞ്ഞ് അവർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ, ആ പോസ്റ്റിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ആജീവനാന്ത പെൻഷനാണ്. ഒരു 25 30 വയസ്സുള്ള ഒരു വ്യക്തി 2.5 വർഷം വർക്ക് ചെയ്തിട്ട് വിരമിച്ചു കഴിഞ്ഞാൽ അവർക്ക് 70 80 90 വയസ്സ് വരെയൊക്കെ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവർക്ക് അത്രയും വർഷത്തെ പെൻഷൻ കൊടുക്കണം. അവർക്ക് മറ്റേ കുടുംബപരമായുള്ള കാര്യങ്ങൾക്ക് വരെയുള്ള ഫാമിലി ആനുകൂല്യങ്ങൾ, യാത്രാ ചെലവുകൾ തുടങ്ങിയുള്ള മെഡിക്കൽ ആനുകൂല്യങ്ങൾ, ഇങ്ങനെ പലതും. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ 2.5 വർഷം വർക്ക് ചെയ്ത ആൾക്ക് ഇത്രയും കാലം നമ്മൾ പെൻഷൻ കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കേരളത്തിലൊഴിച്ച് ഒരു സംസ്ഥാനത്തും ഇങ്ങനത്തെ ഒരു സംവിധാനം ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇത് UDF ആയാലും LDF ആയാലും ഈ കാര്യത്തിൽ അവരെല്ലാവരും ഒറ്റക്കെട്ട് തന്നെയാണ്, ഒരുപോലെ. അത് ആർക്കും മാറ്റാൻ സാധിച്ചില്ല. LDF പറയും അത് UDFന്റെ കാലത്താണ് കൊണ്ടുവന്നതെന്ന്. അപ്പോൾ UDF എന്നാൽ അവർക്ക് മാറ്റിക്കൂടാ, ഇതൊരു അനാവശ്യ ചെലവാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇതിനൊരു മാറ്റം വരുത്താൻ അവർക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അപ്പോൾ ഇവർ രണ്ടുപേരും ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ ആനുകൂല്യം ഇങ്ങനെ, അതായത് സാധാരണ ജനങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള നമ്മുടെ നികുതി പണം, നമ്മുടെ രാഷ്ട്രത്തിന്റെ സമ്പത്ത്, അത് ഇതേപോലെയുള്ള പല ചെലവുകൾക്കായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പല എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ഇവർക്കൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ എന്താ പറയുക, മുഖ്യമന്ത്രിയുടെ വസതിയുടെ അടുത്ത് തന്നെ ഒരു തൊഴുത്ത് പണിത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലിഫ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എത്രയൊക്കെ ലക്ഷങ്ങളാണ് അതിനൊക്കെ വേണ്ടി ചെലവഴിക്കുന്നത്. അവിടെ തൊഴുത്ത് പണിതിട്ട് അവിടെ പശുവിനെ വളർത്തിയിട്ട് നല്ല പാല് കുടിക്കാൻ വേണ്ടിയിട്ടാണോ? എന്താണ് ഇതിൻ്റെയൊക്കെ ലക്ഷ്യം? അതുപോലെ തന്നെ ഒരു 5 വർഷത്തിനിടയ്ക്ക് 3 കാറുകൾ, 3 ഇന്നോവ, ഇപ്പോൾ ഈ ഒരു 6 മാസത്തിൻ്റെ മുൻപാണ് ഒരു കാറ് വാങ്ങാനായിട്ട് 1,10,00,000 രൂപ അതിനുവേണ്ടി പാസ്സാക്കി കൊടുത്തത്. അപ്പോൾ നമ്മളൊക്കെ സാധാരണ ഒരു കാറ് മേടിച്ചു കഴിഞ്ഞാൽ ഒരു 5 കൊല്ലമൊക്കെ അല്ലെങ്കിൽ 15 കൊല്ലത്തേക്കാണ് അതിന് നമുക്ക് പെർമിറ്റ് തരുന്നത്. 15 കൊല്ലം വലിയ കേടൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ 15 കൊല്ലം അതിന് ഇത് തരുന്നത്. അപ്പോൾ ആ 15 കൊല്ലം ഉപയോഗിച്ചുകൂടെ? ഒരു വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്ത് റിപ്പയറിങ്? ഇനിയിപ്പോൾ മന്ത്രിമാരാണ്, അവർക്ക് ഒരുപാട് ഓട്ടങ്ങളുള്ളതാണ്, പെട്ടെന്ന് കാര്യങ്ങൾ ഇപ്പോൾ വഴിയിൽ കിടക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് 5 കൊല്ലത്തേക്ക് ഒരു കാറ് വാങ്ങിച്ചാൽ പോരെ? ഇതൊരു 5 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് 3 4 കാറുകൾ വാങ്ങിക്കുക. അതുപോലെ തന്നെ ചികിത്സാ ചെലവുകൾ, മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ മെഡിക്കൽ കോളേജിൽ ഒരു ചികിത്സയ്ക്ക് പോയിട്ട് വരെ ലക്ഷങ്ങൾ എഴുതി വാങ്ങുന്ന ആ ഒരു സിസ്റ്റം. ഒരു കണ്ണട വാങ്ങിച്ചതിന് 35,000 50,000 ഒക്കെ ചെലവ് എഴുതി വാങ്ങുന്ന മന്ത്രിമാർ. അപ്പം ഇതേപോലെയാണ് നമ്മുടെ ഭരണ സംവിധാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ ജനങ്ങളെ സ്നേഹിക്കുന്ന, ജനങ്ങൾക്ക് ക്ഷേമം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം, ഒരു രാഷ്ട്രീയമായുള്ള മാറ്റം തന്നെ ഇവിടെ ഉണ്ടാവണം. അല്ലാതെ ഇടതുപക്ഷം മാറി അതിന് പകരം വലതുപക്ഷം വന്നു, അല്ലെങ്കിൽ അതിന് പകരം ഇവിടെ BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു NDA മുന്നണി വന്നു, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയും അനുഗുണമായുള്ള രീതിയിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ മാറ്റത്തിലൂടെ മാത്രമേ നമ്മുടെ കേരളത്തിന് നമുക്കൊരു പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് ആം ആദ്മി മനസ്സിലാക്കുന്നത്. അതിനനുസരിച്ചുള്ള ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എങ്ങനെയാണ് ഈ സൗജന്യങ്ങളൊക്കെ നിങ്ങൾ നടപ്പിലാക്കുക, അല്ലെങ്കിൽ
ഇപ്പോൾ ജനങ്ങൾക്ക് ഇത്രമാത്രം ആനുകൂല്യങ്ങൾ കൊടുക്കാൻ സാധിക്കുക. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പം നമ്മൾ ക്ഷേമ പെൻഷൻ ഇപ്പോൾ ഇവിടെ 1600 ഉണ്ടായിരുന്നത് ഇപ്പോൾ അടുത്ത കാലത്ത് 2000 ആയിട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മൾ പറയാൻ പോകുന്നത് ഒരു 5000 രൂപയെങ്കിലും 60 കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടാവുന്ന ഒരു സംവിധാനം. അത് പടിപടിയായിട്ട് നമ്മളതൊരു 10000-ത്തിലേക്കെങ്കിലും എത്തിക്കാൻ പോലും സാധിക്കണം. അപ്പോൾ അതെങ്ങനെ നടപ്പിലാക്കാൻ സാധിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വെള്ളം ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, വൈദ്യുതി ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, അതുപോലെ തന്നെ ചികിത്സാ ചെലവ് ഗവൺമെൻറ് വഹിക്കുന്നു, യാത്രാ സൗജന്യങ്ങൾ കൊടുക്കുന്നു. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് നമുക്ക് മറുപടി ഒന്നേ ഉള്ളൂ: അത് ഡൽഹിയിലും പഞ്ചാബിലും അത് നടപ്പിലാക്കി തെളിയിച്ചിട്ടുണ്ട്. അല്ലാതെ വെറുതെ എന്താ പറയുക, വാഗ്ദാനങ്ങളല്ല, വെറും വാക്കുകളല്ല. അതെങ്ങനെയാണ് സാധ്യമായതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഴിമതിയും ധൂർത്തും ഇല്ലാതാക്കിയിട്ട് തന്നെയാണ്. അപ്പം ഇതുപോലെ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ഈ ധൂർത്തുകൾ ഒഴിവാക്കിയാൽ തന്നെ, ഇപ്പോൾ 20 മെമ്പർമാരുള്ള PSC എന്നൊക്കെ പറയണത് അത് വലിയൊരു ധൂർത്ത് തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു സിറ്റി എന്താണ്, ചൂരൽമലയിൽ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ആ ടൗൺഷിപ്പിൽ ഉണ്ടാക്കുന്ന 1000 സ്ക്വയർ ഫീറ്റുള്ള വീടിന് 30 ലക്ഷം രൂപയാണ് അതിന് ചിലവ് ഗവൺമെൻറ് കണക്കാക്കിയുള്ളത്. നമുക്കറിയാം, സാധാരണക്കാർക്ക് ഒരു വീടുണ്ടാക്കാൻ ഒരു 1000 സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ 20-25 ലക്ഷം ഉണ്ടായാൽ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കുന്നുള്ളത്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ അഴിമതി മറ്റൊന്നൊക്കെ പറയണത്. അപ്പം ഇതുപോലെയുള്ള അഴിമതികൾ ഇല്ലാതാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ആ ഫണ്ട് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെയാണ് നമുക്ക് ഇതുപോലെയുള്ള ക്ഷേമകരമായുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നമ്മുടെ കേരളത്തിലും ചെയ്യാൻ സാധിക്കുക. ഇതാണ് നമുക്ക് ആ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അപ്പം ഇതുപോലെയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ അഴിമതി ഇല്ലാതാക്കിക്കൊണ്ട്, ധൂർത്തില്ലാതാക്കിക്കൊണ്ട്, അതുപോലെ തന്നെ രാഷ്ട്രീയമായുള്ള അതിപ്രസരം, നമുക്ക് ഏത് കാര്യത്തിനും ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടണമെങ്കിൽ അത് നമ്മുടെ പാർട്ടിയിൽ പെട്ടവർക്ക്, അല്ലെങ്കിൽ അതുപോലെ തന്നെ സർവീസ് സംഘടനകളുണ്ട്. ഈ സംഘടനകളൊക്കെ അപ്പോൾ അവരുടെ ആ പാർട്ടിയുടെ അല്ലെങ്കിൽ ആ സംഘടനയുടെ തലത്തിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റല്ലാതാക്കി തീർക്കുകയും അത് മൂടി വയ്ക്കുകയൊക്കെ ചെയ്ത് അതിന് വേറെ നിയമ നടപടികളിലേക്കൊന്നും പോകാതെ അതൊക്കെ ഇങ്ങനെ തിരസ്കരിക്കുന്ന രൂപത്തിൽ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇല്ലാതാക്കിയാൽ തന്നെ നമുക്ക് നല്ലൊരു നാളെയെ സൃഷ്ടിക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു ജനക്ഷേമ ഭരണം കേരളത്തിലും കൊണ്ടുവരണമെങ്കിൽ ജനാധിപത്യ വിശ്വാസികളായുള്ള ആളുകൾ, പ്രത്യേകിച്ച് ജനാധിപത്യം എന്ന് പറയുമ്പോൾ ഇന്ന് ജനാധിപത്യം എന്നുള്ളത് നമ്മുടെ വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു അവസ്ഥയായിട്ട് മാറിയിരിക്കുകയാണ്. ജനങ്ങളുടെ ആധിപത്യം ഒന്നല്ല. ഏത് പാർട്ടിയെ ഭരിക്കുന്നു കഴിഞ്ഞാൽ പാർട്ടിയുടെ ആധിപത്യമാണ് ഇപ്പോൾ നടക്കുന്നത്. ജനാധിപത്യം നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മാത്രമാണ്. അന്ന് ജനങ്ങളാണ് രാജാക്കന്മാർ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ മെമ്പർമാരെയും നമ്മൾ കുമ്പിട്ട് നമസ്കരിക്കേണ്ടതായിട്ടുള്ള ഒരു MLA വന്നാലും അല്ലെങ്കിൽ ഒരു MP ആയാലും അവരെയൊക്കെ തൊഴുതു നിൽക്കേണ്ടതായുള്ള ഒരു ഗതികെട്ടതായുള്ളൊരു ജനാധിപത്യ സംസ്കാരമാണ് നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സംസ്കാരം തന്നെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. നമ്മുടെ ജനപ്രതിനിധി എന്ന് പറയുന്നത് ഈ വക കാര്യങ്ങൾ കൃത്യമായിട്ട് ഭരണം കൃത്യമായിട്ട് നിർവഹിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നതായുള്ള ഒരു പ്രതിനിധി മാത്രമാണ്. അല്ലാണ്ട് രാജാവിൻ്റെ സ്ഥാനമല്ല അയാൾക്ക് കൊടുക്കേണ്ടത്. അയാൾ വരുമ്പോഴേക്ക് എഴുന്നേറ്റ് നിന്ന് തൊഴേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ ആയിരിക്കണം ഒരു MLA. ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അത് കാര്യനിർവഹണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ടുള്ള ഒരു പ്രതിനിധി മാത്രമാണ് ഒരു MLA അല്ലെങ്കിൽ MP. അതാണ് ആം ആദ്മിയുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങളുടെ ആവശ്യം നിർവഹിക്കാൻ, ജനങ്ങളുടെ കാര്യങ്ങൾ നിർവഹിച്ച് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ആം ആദ്മി പാർട്ടി വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മണലൂർ മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധിയായിക്കൊണ്ട് മത്സരിക്കുന്ന എനിക്ക് ചൂലടയാളത്തിൽ വോട്ട് നൽകിക്കൊണ്ട് എന്നെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് എല്ലാ ജനാധിപത്യ വിശ്വാസികളോടും നല്ലവരായിട്ടുള്ള നാട്ടുകാരോടും മണലൂർ മണ്ഡലത്തിലെ എല്ലാ വോട്ടർമാരോടും പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.